അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധമായ റമളാൻ ഷരീഫിൻ്റെ രണ്ടാമത്തെ പത്തായ മഗ്ഫിറത്തിൻ്റെ പത്തിലാണ് നാമൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാനിൽ കോടാനകോടി ജനങ്ങൾക്ക് മാപ്പ് നൽകുന്ന പവിത്രമേറിയ അതിവിശിഷ്ടമായ ദിനരാത്രങ്ങളാണ്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളുന്ന വളരെ പവിത്രമേറിയ രാത്രികളൊക്കെ നമ്മിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. ആ സമയത്തേക്ക് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക എന്നുള്ളത് വിശുദ്ധ റമളാൻ അനുഗ്രഹമായി ലഭിച്ച നമ്മുടെയൊക്കെ നിർബന്ധമായ ബാധ്യത എന്നതുപോലെ നമ്മുടെ മേൽ നമ്മൾ കൃത്യമായും അനുഷ്ഠിക്കേണ്ട ഒരു കാര്യവും കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മാർത്ഥമായും ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിലൊന്നാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇത് മഗ്ഫിറത്തിൻ്റെ പത്താണ്. അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ച് വാങ്ങിക്കേണ്ടതാണ് മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹത്തുക്കളൊക്കെ നമ്മളോട് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് ഈ പത്തിൽ ചോദിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളതും. എപ്പോഴും അത് ചോദിച്ചു കൊണ്ടേയിരിക്കണം 5 വഖ്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം. ഈ മഗ്ഫിറത്തിൻ്റെ പത്തിൽ നമുക്ക് അള്ളാഹുവിൽ നിന്ന് മഗ്ഫിറത്ത് ലഭിക്കാൻ കാരണമാകുന്ന 2 കാര്യങ്ങൾ കൃത്യമായി ഇവിടെ പറയുകയാണ്. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളിത് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ച ഈ മഗ്ഫിറത്തിൻ്റെ 10 വിട പറയുമ്പോഴേക്ക് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഗ്ഫിറത്ത് എന്ന വലിയ സൗഭാഗ്യം നമുക്ക് നൽകുമെന്നുള്ളത് തീർച്ചയാണ്. നിങ്ങളിത് കൃത്യമായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് സഹായിക്കാൻ കഴിയുന്നവർ ഒരുപാട് ആളുകൾ നൽകി. ഒരു 50 പേരുടെ, 20 പേരുടെ, 30 പേരുടെയൊക്കെ നോമ്പ് തുറ നൽകിയവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യമായിരിക്കും അല്ലേ ഈ വിശുദ്ധ റമളാൻ നമുക്ക് നൽകിയിട്ട്. വിശുദ്ധ റമളാനിലെ ഏറ്റവും പുണ്യകരമായ കർമ്മങ്ങളിൽ ഒന്നാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. കുറേ ആളുകൾ നല്ല നിയ്യത്തുകൾ വെച്ച് നൽകി. ജോലി ശരിയാവാനും, മക്കൾ നന്നാവാനും, രോഗങ്ങൾ മാറാനും, ഓപ്പറേഷൻ പറഞ്ഞൊക്കെ തട്ടിപ്പോകാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് നിയ്യത്തുകൾ എഴുതിയിട്ട് നമ്മൾ അവർക്കൊക്കെ കൊടുത്തിട്ടുള്ള വാക്ക് എല്ലാ മജ്ലിസുകളിലും ദുആ ചെയ്യുമെന്നുള്ളതും 27-ാം രാവ് പോലെയുള്ള ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ തീർച്ചയായും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നുള്ളതാണ്. മുത്തഅല്ലിമീങ്ങൾ എല്ലാവരെയും കൂട്ടിയിട്ട് അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. ഒരുപക്ഷെ ഇത് നമ്മൾ അവസാന റമളാനാണെങ്കിൽ ഇതുകൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിച്ചാൽ മതി. നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മാപ്പ് നൽകുമെന്നുള്ളതാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരും, മുഴുവൻ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരും. പക്ഷെ അള്ളാഹിനോട് ചോദിക്കണത്, ചോദിച്ച് വാങ്ങിക്കണം. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിൽ ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്ത് ചോദിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്ന അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹിനോട് ചോദിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നിങ്ങൾ നോക്കൂ. ഒരു ദിവസം എത്ര ഇസ്തിഗ്ഫാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രധാനപ്പെട്ട ചില ഇസ്തിഗ്ഫാർ പഠിപ്പിച്ചു തരികയും അതിൻ്റെ മഹത്വങ്ങൾ പറയുകയൊക്കെ ചെയ്തില്ല ഹബീബായ തങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? നമ്മൾ നമ്മുടെ ഒരു വീക്ഷണകോണിൽ ചിന്തിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദോഷങ്ങളൊന്നും ചെയ്തിട്ടില്ല, ജീവിതത്തിൽ കറാഹത്ത് ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല ഹബീബായ തങ്ങൾ. ആ മുസ്തഫായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് ചൊല്ലിയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ചൊല്ലണം. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച് അവിടുത്തെ കാലിൽ നീറ് കെട്ടി വീർക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് മഹദിയായ പത്നി ചോദിച്ചത്, എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത്? അങ്ങ് രക്ഷപ്പെട്ടതല്ലേ, അങ്ങേക്ക് സ്വർഗ്ഗം ഉറപ്പല്ലേ? മുത്തുനബി തങ്ങൾ എന്താ പറഞ്ഞു? ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേന്ന്. നിങ്ങളൊന്ന് നോക്കൂ, നമ്മൾ അതേപോലെ നമ്മുടെ ജീവിതം ഇന്നത്തെ ദിവസം തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് കേട്ടിട്ടില്ല, ഹറാമ് കേട്ടിട്ടില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാതെ കേട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത്, അള്ളാഹിൻ്റെ പൊരുത്തമില്ലാത്ത നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അള്ളാഹിൻ്റെ ഇഷ്ടമില്ലാത്തതിലേക്ക് നമ്മൾ നോക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ സംശുദ്ധമായി ജീവിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ, അത്രമേൽ സൂക്ഷ്മമായി ജീവിച്ച ഹബീബായ തങ്ങൾ വരെ
ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ ഓരോ ദിവസവും എത്രമേൽ വർദ്ധിപ്പിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് കേൾക്കുന്നവരോട് നമ്മൾ പറയുന്നത്, റമളാനിൻ്റെ ഇനി വരുന്ന എല്ലാ പകലുകളിലും ചുരുങ്ങിയത് ഒരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ ശ്രമിക്കുക. 1000 ഇസ്തിഗ്ഫാറാണ് ചൊല്ലേണ്ടത്, ചുരുങ്ങിയത് 100 ചൊല്ലുക. അപ്പോൾ 1000 ഇസ്തിഗ്ഫാർ ഇനിയുള്ള എല്ലാ രാത്രികളിലും പകലിലുമൊക്കെ ആയിട്ട് ഒരു ദിവസം ചൊല്ലിയാൽ മതി. ഓക്കെ, വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും 1000 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ. അതിനധികം പണിയൊന്നുമില്ല. 5 വഖത്ത് ഫർദ് നിസ്കാരമാണ് നമുക്കുള്ളത്. ഈ 5 വഖത്ത് ഫർദ് നിസ്കാരത്തിൻ്റെ ശേഷം 200 വീതം വെച്ച് ചൊല്ലിയാൽ ഒരു ദിവസം 1000 ഇസ്തിഗ്ഫാർ നമുക്ക് ചൊല്ലാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, ഇനി പിന്നൊന്ന് പറയാനുള്ളത്, പറ്റുമെങ്കിൽ ഒരു 10 തവണ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുക. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചൊല്ലിയവർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ കാണാതെ അറിയുന്നവർ, സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് കേട്ടവർ ഒന്ന് എഴുതി അറിയിക്കണേ. നമ്മളെല്ലാ ദിവസവും നമ്മുടെ വിർദുൽ ലത്തീഫിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലാറുണ്ട്, നിങ്ങൾക്കറിയാം. ആ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ ഗുണം എന്താണെന്നറിയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും പ്രഭാതത്തിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ വൈകുന്നേരമാകുന്നതിനിടയിൽ മരണപ്പെട്ടാൽ, വൈകുന്നേരം സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് രാവിലെയാകുന്നതിനിടയിൽ മരണപ്പെട്ടാൽ സ്വർഗം ഉറപ്പെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം. നമ്മുടെ എല്ലാ ദോഷങ്ങളും ഓരോന്നിനും അതേപോലെ ഉണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാറിന് താജുൽ ഇസ്തിഗ്ഫാർ എന്ന പേരുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നുണ്ട്. ദിക്റുകളുടെ കൂട്ടത്തിൽ സയ്യിദായിട്ടുള്ള താജായിട്ടുള്ള ഒന്നുണ്ട്, തസ്ബീഹിൻ്റെ കൂട്ടത്തിൽ സയ്യിദായിട്ടുള്ള താജായിട്ടുള്ള ഒന്നുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് ദുആഇൻ്റെ കൂട്ടത്തിൽ താജ്, അങ്ങനെ 9 താജുകൾ നമ്മൾ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടവരായിരിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ഈ റമളാൻ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹമായിട്ട് നൽകിയതാണ്. എത്രയോ ആളുകൾ ഈ വിശുദ്ധ റമളാൻ വന്നപ്പോഴേക്ക് വിട പറഞ്ഞു പോയി. നമുക്കൊക്കെ അറിയാം, കുറേ ആളുകൾ വിട പറഞ്ഞു പോയി. കഴിഞ്ഞ ദിവസം തന്നെ ഉംറക്ക് പോയ ഏതോ ഒരു ആലിം വഫാത്തായത് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി. അള്ളാഹു അവരുടെ സമയമെത്തിയപ്പോൾ അവരെ തിരിച്ചു വിളിച്ചു. നമുക്ക് അള്ളാഹു സമയം നീട്ടിത്തന്ന സമയം നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അടുത്ത റമളാനിൽ നമ്മളില്ലെങ്കിൽ ഇത് നമ്മൾ അവസാന റമളാനാണ്. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ 5 വഖത്ത് ഫർദ് നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. അത് 5 വഖത്ത് ഫർദ് നിസ്കാരം നമ്മൾ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ സഹോദരിമാരാണെങ്കിൽ അവരുടെ വീട്ടിലെ മക്കളെയൊക്കെ ചേർത്തിട്ട്, ചെറിയ കുട്ടികളൊക്കെ ചേർത്തിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുക. അതിന് വലിയ ഫലമുണ്ട്. റമളാനല്ലേ, നല്ല പുണ്യം കിട്ടാൻ കാരണമാകും. പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോയിട്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. അതേപോലെ തന്നെ ചെറിയ ചെറിയ പുണ്യകരമായ കർമ്മങ്ങളൊക്കെ നിസ്സാരമാക്കി കരുതാതെ അതൊക്കെ കാര്യത്തിലെടുക്കുക. ഇപ്പോൾ ഈ മാസത്തിൽ ഈ ഒരു 10 നമ്മൾ ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതിന് നല്ല എളുപ്പമുള്ള വഴിയാണ് പറഞ്ഞത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന സംഭവം അതൊരു ദിവസം 10 തവണ ചൊല്ലുക. അപ്പോൾ അതിന് നല്ല റൂട്ട് നമ്മൾ പറഞ്ഞു തന്നു. ഓരോ നിസ്കാരത്തിന് ശേഷം 200 തവണ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് പറയുക. എന്നിട്ട് ഒരു 2 തവണ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുക. അപ്പോൾ ളുഹറിന് ശേഷം 200 ഇസ്തിഗ്ഫാർ ചൊല്ലുക, 2 സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അസ്റിന് ശേഷം 200 ഇസ്തിഗ്ഫാർ ചൊല്ലുക, 2 സയ്യിദുൽ ഇസ്തിഗ്ഫാർ. മഗ്രിബിന് ശേഷം 200 ഇസ്തിഗ്ഫാർ ചൊല്ലുക, 2 സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇശാന് ശേഷം 200 ഇസ്തിഗ്ഫാർ ചൊല്ലുക, 2 സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സുബഹിക്ക് ശേഷം 200 ഇസ്തിഗ്ഫാർ ചൊല്ലുക, 2 സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 1000 ഇസ്തിഗ്ഫാർ ഒരു ദിവസം റമളാനിലെ പകലിൽ നമുക്ക് ചൊല്ലാൻ സാധിക്കും. 10 സയ്യിദുൽ ഇസ്തിഗ്ഫാറും ചൊല്ലാൻ സാധിക്കും. അപ്പോൾ ഈ 10 ഇവിടെ പറയുമ്പോഴേക്ക് ഓരോ ഇസ്തിഗ്ഫാറും ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. ഈ 10 വിട പറയുമ്പോഴേക്ക് നമ്മൾ രക്ഷപ്പെടണം. അള്ളാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരണം. അള്ളാഹു നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാണ്. അത് വലിയ ഗുണമാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പ്രത്യേകം പല വിഷയങ്ങളും പറഞ്ഞ് ദുആക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ വിഷയങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പലരും പല വിഷയങ്ങളും എഴുതി അറിയിച്ചിട്ടുണ്ട്. രോഗങ്ങൾ മാറാൻ, കടങ്ങൾ വീടാൻ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ, വിഷമങ്ങൾ തീർന്നിട്ടാൻ
എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നിങ്ങളും ദുആ ചെയ്യണം. പല ആളുകളും പല വിഷമങ്ങളും എഴുതി അറിയിക്കും. എല്ലാവർക്കും അല്ലാഹു സലാമത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.